എല്ലാ കൂട്ടുകാർക്കും സിറ്റ്സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു റിവിഷൻ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ബോട്ടണിയിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ മുൻപുള്ള ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്റർ 9 ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. സിറ്റ്സി ഏകപക്ഷീയമായ ക്ലാസ് റൂം അല്ല, ഞങ്ങളും നിങ്ങളും പരസ്പരം സംവദിക്കുന്നു. കേരള സിലബസിലെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഇന്ററാക്റ്റീവ് ക്ലാസുകളിലൂടെ സംശയരഹിത പഠനവും മികച്ച വിജയവും ഉറപ്പാക്കുന്നു. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കുന്നു. ലൈവ് ക്ലാസുകൾക്ക് ശേഷം ക്ലാസുകളുടെ വീഡിയോ ലഭിക്കുന്നു. നോട്ട്സ് എപ്പോൾ വേണമെങ്കിലും ലഭിക്കുന്ന തരത്തിൽ നഷ്ടപ്പെടാതെ ആപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. പഠനം വിലയിരുത്താൻ രക്ഷിതാക്കൾക്കും അവസരം. ഓൺലൈനായി ടേം എക്സാമുകൾ, ഓരോ കുട്ടിക്കും വ്യക്തിഗത പരിഗണന, മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകൾ, ഓൺലൈൻ പരീക്ഷകൾ, ഹോം ടെസ്റ്റുകൾ എന്നിവയിലൂടെ പഠനം വിലയിരുത്തപ്പെടുന്നു. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലേബൽ ദ മാർക്ഡ് പാർട്സ് ഇൻ ദ ഗിവൺ ഡയഗ്രാം ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. എന്താണ് ചോദ്യം? ലേബൽ ദ മാർക്ഡ് പാർട്സ് ഇൻ ദ ഗിവൺ ഡയഗ്രാം ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ 2 ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1, 2, 3 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിൽ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ പോർഷനാണ് അല്ലേ? ഈ പോർഷൻ ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ് ഈ പോർഷൻ? ഗ്രാനയാണ്. അപ്പോൾ 1 എന്താണ്? ഗ്രാന. ഗ്രാന എന്താണെന്ന് അറിയാമല്ലോ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്ക് നമുക്ക് കാണാൻ സാധിക്കും. മെംബ്രേനിയസ് സാക്കുകളുടെ നാണയം അടുക്കി വെച്ചതുപോലെയുള്ള ഈ പാക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാന. ഇനി രണ്ടാമത്തെ ഭാഗമാണ് സ്ട്രോമ അല്ലേ? സ്ട്രോമ ഇതാണ് അകത്തുള്ള പോർഷൻ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്ട്രോമയാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇത് സ്ട്രോമയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സ്ട്രോമ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? ദ ഫ്ലൂയിഡ് പാർട്ട് സീൻ ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രോമ. കറക്റ്റ് ആയല്ലോ. അപ്പോൾ 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇത് കൂടാതെ 2 മാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. കൂടാതെ എന്തുകൂടി പഠിച്ചു വെക്കുക? ഡയഗ്രാം ലേബൽ ചെയ്യാൻ കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. സെർട്ടൈൻ തൈലക്കോയിഡ് പിഗ്മെന്റ്സ് ആർ കാൾഡ് ആക്സസറി പിഗ്മെന്റ്സ്. ചില തൈലക്കോയിഡ് പിഗ്മെന്റുകളെ നമ്മൾ എന്തെന്നറിയപ്പെടുന്നു? ആക്സസറി പിഗ്മെന്റ്സ് എന്നറിയപ്പെടുന്നു. നെയിം ദം. ഏതൊക്കെയാണ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് എഴുതുക. റൈറ്റ് ദെയർ സിഗ്നിഫിക്കൻസ്. അവരുടെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ ഫങ്ഷൻ എന്താണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ തൈലക്കോയിഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, സാന്തോഫിൽ, കരോട്ടിൻ തുടങ്ങിയവയാണ്. ഇതിൽ ക്ലോറോഫിൽ A ഒഴികെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെ എന്തുകൊണ്ടാണ്, അതായത് ആരൊക്കെ വരും? അപ്പോൾ അതിൽ ക്ലോറോഫിൽ B വരും, സാന്തോഫിൽ, കരോട്ടിൻ ഒക്കെ വരും. ഓക്കെ, അവരെയാണ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ A ക്യാൻ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ Aക്ക് നേരിട്ട് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാനുള്ള കഴിവുണ്ട്. ബട്ട് അതേഴ്സ് ക്യാനോട്ട്. എന്നാൽ മറ്റുള്ളവർക്ക് എന്തിനുള്ള കഴിവില്ല? നേരിട്ട് പങ്കെടുക്കാനുള്ള കഴിവില്ല. പകരം അവരെന്താ ചെയ്യുന്നത്? ദേ അബ്സോർബ് സൺലൈറ്റ്. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്ലോറോഫിൽ A. ക്ലോറോഫിൽ Aയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ദേ ആർ കാൾഡ് ആക്സസറി പിഗ്മെന്റ്സ്. അതുകൊണ്ടാണ് അവരെ എന്തെന്നറിയപ്പെടുന്നത്?
ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവരുടെ ഫങ്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിഗ്മെൻറ്റ്സ്, ആക്സസറി പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, രണ്ടാമത്തെ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ക്ലാസ്സിലൊക്കെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചതാണ് പോർഷൻസ്. ഓക്കെ, അപ്പോൾ അത് ഒരു കാരണവശാലും അവിടെ മാർക്ക് നമുക്ക് പോകാൻ പാടില്ല. അടുത്ത നമ്മുടെ ചോദ്യം ഇതാണ്: ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് ഫോട്ടോ സിസ്റ്റം ഇൻ ഗ്രീൻ പ്ലാന്റ്സ് ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിൽ ഗ്രീൻ പ്ലാന്റ്സിൽ ലൈറ്റ് റിയാക്ഷൻ, ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ലൈറ്റ് റിയാക്ഷൻ. അവിടുത്തെ റിയാക്ഷൻ സെൻറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് ഫോട്ടോ സിസ്റ്റം ഇൻ ഗ്രീൻ പ്ലാന്റ്സ് ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ ഏതാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സാന്തോഫിൽ, സെക്കൻഡ് കരോട്ടിനോയിഡ്സ്, അടുത്തത് എന്താണ്? ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ എ. റിയാക്ഷൻ സെൻറ്റർ ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്ലോറോഫിൽ എ ആണ്. അപ്പോൾ ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെൻറ്റർ. ഓക്കെ, 1 മാർക്ക് ചോദ്യമാണ്. അവിടെ നമുക്ക് എന്ത് കിട്ടി? 1 മാർക്കിങ് കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. പിഗ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻടു 2 ഫോട്ടോകെമിക്കൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ്. പ്ലാന്റ്സിലെ പിഗ്മെന്റ്സിനെ 2 ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് ആക്കി മാറ്റിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ എ ഇതാണ്: നെയിം ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് PS1. ഫോട്ടോ സിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്റർ ഏതാണ്? ആൻഡ് റൈറ്റ് ഇറ്റ്സ് അബ്സോർഷൻ പീക്ക്. അതിൻ്റെ അബ്സോർഷൻ പീക്ക് എത്രയാണെന്ന് എഴുതാനാണ്. ഓക്കെ, നമുക്കറിയാം PS1ൻ്റെ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാണ്? P700 ആണ് അല്ലേ? അതിൻ്റെ അബ്സോർഷൻ പീക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 700 നാനോമീറ്റർ ആണ്. ഇതുപോലെ തന്നെ ചോദിക്കാം PS2ൻ്റെ കാര്യം. PS2ൻ്റെ റിയാക്ഷൻ സെൻറ്റർ ഏതാണ്? P680 ആണ് അല്ലേ? അവിടുത്തെ അബ്സോർഷൻ പീക്ക് എത്രയാണ്? 680 നാനോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. എക്സ്പ്ലെയിൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കുക. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താണ്, എങ്ങനെയാണ് അവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഡയഗ്രവും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതി വെക്കുക. അവിടെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. എളുപ്പമല്ലേ? ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആരും വിഷമിക്കേണ്ട, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് മുൻപുള്ള വീഡിയോസൊക്കെ കാണുക. ആ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കാണുക, അത് പഠിക്കുക. അതുപോലെ നമുക്ക് എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ സെയിം അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് അവിടെ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗ്രാം ഇല്ലാതെ ഷോർട്ട് ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. ശ്രദ്ധിക്കുക. റൈറ്റ് എനി 4 പെക്യുലാരിറ്റീസ് ഓഫ് ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇൻ ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിലെ ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അതാണ് എന്ത്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും 4 പെക്യുലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് പെക്യുലാരിറ്റീസ് അല്ലേ? നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതിലെ ഏതെങ്കിലും 4 പെക്യുലാരിറ്റീസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. എന്തൊക്കെയാണ് 4 പെക്യുലാരിറ്റീസ്? നമുക്ക് ഒന്നാമത്തെ അറിയാം. ഇറ്റ് ഈസ് ദ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. എവിടുന്ന് എങ്ങോട്ടാണ്? ഫ്രം വാട്ടർ ടു PS2 ദെൻ ടു PS1 അല്ലേ? ആൻഡ് ഫൈനലി ടു എങ്ങോട്ടാണ് പോകുന്നത്? NADPയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. രണ്ടാമത്തത് എന്താണ്? ഇവിടെ ATP NADPH. ഓക്കെ, ATP NADPH ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? വാട്ടറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നുണ്ട് ഇല്ലേ? അടുത്തത് എന്താണ്? ഓക്സിജൻ്റെ എവല്യൂഷൻ നടക്കുന്നുണ്ട് ഇല്ലേ? ഓക്സിജനെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ റിലീസ് നടക്കുന്നുണ്ട്.
അടുത്ത എന്താ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഇഷ്ടമുള്ള 4 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? ഇങ്ങനെ വളരെ ഈസി ആയിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ആരും പേടിക്കേണ്ട, വിഷമിക്കേണ്ട. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പോയിന്റ്സ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് is divided into two reactions. The light reaction of photosynthesis is divided into 2 reactions. ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനെ 2 റിയാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദേ ആർ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അവയാണ് എന്ത്? സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഫോട്ടോഫോസ്ഫോർ റിലേഷൻസ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മെൻഷൻ എനി 3 ഡിഫറൻസസ്. ഇവ തമ്മിലുള്ള ഏതെങ്കിലും 2 ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ ഡിഫറൻസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് 2 കോളമാക്കി വെക്കുക. ഫസ്റ്റ് സൈക്ലിക് എന്നും സെക്കൻഡ് നോൺ സൈക്ലിക് എന്നും, എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 കോളം വരയ്ക്കുക. എന്നിട്ട് ഒരെണ്ണത്തിൽ സൈക്ലിക് എഴുതുക, ഒരെണ്ണത്തിൽ എന്ത് ചെയ്യുക, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് എഴുതുക. എന്നിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഡിഫറൻസസ് എഴുതാൻ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് പോയിന്റ് കറക്റ്റായിട്ട് ടീച്ചേഴ്സിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതണം. അതാണ് നമുക്ക് എന്താ കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കോളമൊക്കെ ആയിട്ട് എഴുതുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു നല്ല ഗുഡ് ഇംപ്രഷനാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഡിഫറൻസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ മാക്സിമം 2 കോളം വരച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്ലിക്കും ഉണ്ട് നോൺ സൈക്ലിക്കും ഉണ്ട്. അതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാം? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ച് പറയാം. അവിടെ ATP ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ? എന്നാൽ നോൺ സൈക്ലിക്കിലേക്ക് വരുമ്പോഴോ അവിടെ ATPയും NADPHും ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി സൈക്ലിക്കിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഫോട്ടോ സിസ്റ്റം 1 മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. എന്നാൽ നോൺ സൈക്ലിക്കിലേക്ക് വരുമ്പോഴോ മുമ്പേ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് PS1ഉം PS2ഉം അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തതാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ എന്ത് നടക്കുന്നില്ല? വാട്ടറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നില്ല. ദർ ഈസ് നോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. എന്നാൽ നോൺ സൈക്ലിക്കിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറൻസസ് എഴുതുക. സൈക്ലിക്കിലാണെങ്കിൽ ഓക്സിജൻ റിലീസ് നടക്കുന്നില്ല, എന്നാൽ നോൺ സൈക്ലിക്കിലാവുമ്പോഴോ ഓക്സിജൻ റിലീസ് നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് 2 കോളമാക്കി എഴുതുക. ഓക്കെ, അടുത്ത നമ്മുടെ ചോദ്യം ഇതാണ്. ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ആർ 2 സ്റ്റേജസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേജസ് ആണ് ഏതൊക്കെ? ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ക്വസ്റ്റ്യൻ ഇതാണ്. വെയർ ഡസ് ലൈറ്റ് റിയാക്ഷൻ ഒക്കർ? എവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ്? നമുക്കറിയാം, ഗ്രാനയിൽ വെച്ചിട്ടാണ് അല്ലേ? ഡാർക്ക് റിയാക്ഷൻ എവിടെ വെച്ചിട്ടാണ്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ഇറ്റ്സ് എൻഡ് പ്രോഡക്ട്സ്? ഇതിൻ്റെ ഫലമായിട്ട്, അതായത് ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ എൻഡ് പ്രോഡക്ട്സ്? ATP ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ NADPHും ഉണ്ടാകുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയേ. കമൻറ്റ് ഓൺ ദെയർ റോൾസ് ഇൻ ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷനിൽ അവയുടെ റോൾ എന്ത്? അതായത് ഈ ഉണ്ടായ പ്രോഡക്ട്സ് ഇല്ലേ, ATPയും NADPHും, അതിൻ്റെ റോൾ എന്ത്? ഡാർക്ക് റിയാക്ഷനിൽ അവയുടെ റോൾ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവയുടെ റോള്? ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന ATPയും NADPHും ഉപയോഗിച്ചുകൊണ്ടാണ് ഡാർക്ക് റിയാക്ഷനിൽ എന്ത് നടക്കുന്നത്? ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഷുഗർ അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പ്രോസസ്സസ്. ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനെ 2 പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ നെയിം ദം. അവ ഏതൊക്കെയാണെന്ന് നെയിം ചെയ്യാനാണ്. ഏതൊക്കെയാണ്?
ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, രണ്ടാമത്തേത് എന്താണ്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഫേസ്? സെക്കൻഡ് ഫേസിൽ ഇലക്ട്രോൺസിന് എന്താണ് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് ഫേസ് ഏതാ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ് അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോൺസിന്? ഇലക്ട്രോൺസ് എവിടെ നിന്ന് മൂവ് ചെയ്യുന്നു? ഇലക്ട്രോൺസ് മൂവ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫ്രം വാട്ടറിൽ നിന്നും PS2യിലേക്ക് പോകുന്നു. അവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു? ടു PS1ലേക്ക് പോകുന്നു. ആൻഡ് ഫൈനലി എങ്ങോട്ട് പോകുന്നു? NADPയിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അതായത് ആ ഡയഗ്രാം വരച്ചിട്ട്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളായി സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കൺസെപ്റ്റ്, കറക്റ്റായിട്ട് കാര്യങ്ങൾ കണ്ടന്റ് പഠിച്ചു വെക്കുക, ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക. ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കിയേ. ക്ലാസിഫൈ ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ ഇൻറ്റു സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. താഴെ സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ 1-2 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒൺലി PS1 ഇൻവോൾവ്. ഏത് ഗ്രൂപ്പിലായിരിക്കും വരുന്നത്? PS1 മാത്രമുള്ളത് ഏതിലാ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. ഓക്കെ, രണ്ടാമത്തത് ATP ആൻഡ് NADPHR ഫോംഡ്. അതെവിടെയാണ് വരുന്നത്? നോൺ സൈക്ലിക്കിലാണ് അല്ലേ? അടുത്തത് ATP ഈസ് ഫോംഡ്. അതെവിടെയാണ് വരുന്നത്? ATP മാത്രം വരുന്നത് എവിടെയാ? ATP മാത്രം ഫോം ചെയ്യുന്നത് എവിടെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഒക്വർ. വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു. അതെവിടെയാണ് വരുന്നത്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ചോദ്യമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. മറ്റൊരു രീതിയിൽ ചോദിച്ച ചോദ്യമാണ് എന്താണ്? ഫോട്ടോഫോസ്ഫോറിലേഷൻ തന്നിട്ടുണ്ട്, അത് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, തമ്മിൽ വ്യത്യാസങ്ങൾ എഴുതാൻ. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഓക്സിജൻ റിലീസ് നടക്കുന്ന പ്രോസസ്സ് ഏതാണ് എന്നൊക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ ആ ഒരു സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ രണ്ടിൻ്റെയും പോയിന്റ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതേ പോയിന്റ്സ് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിത്രയും നിങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. അവിടുന്ന് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടുന്ന് എങ്ങനെയൊക്കെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പം അത് കറക്റ്റായിട്ട് ഡയഗ്രാം സഹിതം അതിൻ്റെ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ATP സിന്തസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫിഗർ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗറാണ്. ആ ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം പഠിച്ചു വെക്കുക. ആ ഡയഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട്, ആ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? ATP സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സുകളും അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് അത് 1 മാർക്ക് പോലും പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫുള്ള് നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എല്ലാം ചേർത്ത് അത് നന്നായിട്ട് എഴുതുക കേട്ടോ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വലിയ മാർക്കിനായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. കൂടുതൽ മാർക്കുകളിലായിരിക്കും, കൂടുതൽ മാർക്കിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളിലായിരിക്കും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കറക്റ്റായിട്ട് ഡയഗ്രാം പഠിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. അടുത്ത ഇവിടെ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കിയേ. ദ ഗിവൺ ഡയഗ്രാം ഈസ് ദ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഓഫ് ATP ഫോർമേഷൻ ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ. കംപ്ലീറ്റ് ദ നമ്പേർഡ് പ്ലേസസ്.
ഇവിടെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയഗ്രം തന്നിട്ടുണ്ട്. അതിൽ 1-2 ഭാഗങ്ങളിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് വരുന്ന പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്ത് ആരാണോ ഉള്ളത് അത് കറക്റ്റായിട്ട് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയഗ്രം ഒന്നും ഞാൻ വരച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് 1 എന്ന നമ്പർ കൊടുത്തിട്ടുള്ളത് NADPH2. ഏതാണ്? NADPH2 എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു പോർഷനില്ലേ, അവിടുത്തെ NADPH2 ഫോം ചെയ്യത്തില്ലേ, ആ ഫോം ചെയ്യുന്നിടത്ത് NADPH2 വരേണ്ട ആ ഒരു പ്ലേസിലാണ് 1 എന്ന നമ്പർ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, NADPH2 എന്ന് എഴുതുക. രണ്ടാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്നത് ATP സിന്തേസ് എൻസൈമിൻ്റെ F1 പാർട്ടിക്കിളാണ്. F1 പാർട്ടിക്കിളിൻ്റെ നേരെയാണ് 2 നമ്പർ ഇട്ടിരിക്കുന്നത്, അത് F1 പോർഷൻ ആണെന്ന് എഴുതുക. മൂന്നാമത് ATP സിന്തേസ് എൻസൈമിൻ്റെ തൊട്ട് താഴെ തന്നെ ADP ATP ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ADP വരുന്ന ഒരു പോർഷൻ ഇല്ലേ, അവിടെയാണ് 3 നമ്പർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ADP ആണെന്ന് എഴുതുക. അടുത്തത് 4 നമ്പർ കൊടുത്തിരിക്കുന്നത് ATP ആവത്തില്ലേ, ആ ATPയിലാണ് 4 നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ATP എന്ന് എഴുതുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആ ഡയഗ്രം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡയഗ്രം കറക്റ്റായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയഗ്രത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഇതേ കണക്ക് ഡാഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്പർ ഇട്ടിട്ടോ ABCD എന്നൊക്കെ ഇട്ടിട്ടോ ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ഒരു ചോദ്യം നോക്കിയേ. കെമി ഓസ്മോസിസ് തിയറി ഓഫ് ഫോട്ടോസിന്തസിസ് റിക്വയർസ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോർ ATP സിന്തസിസ്. നമുക്കറിയാം കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസിൽ പറയുന്നത് ATP സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യണം? ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, എക്സ്പ്ലെയിൻ എനി 2 ഇവൻറ്റ് ദാറ്റ് കോസ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ഇങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഏതെങ്കിലും 2 ഈവൻറ്റ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈവൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക, അത് കറക്റ്റായിട്ട് എഴുതുക. ഒരെണ്ണം പറഞ്ഞു നോക്കിയേ. ഒരെണ്ണം എന്താണ്? വാട്ടർ സ്പ്ലിറ്റിങ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അകത്ത് വെച്ചിട്ടാണ് അല്ലേ. തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ലൂമനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈഡ്രജൻ ഉള്ളിലേക്ക് വരുന്നു. ഓക്കെ, കൂടാതെ പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യുന്ന സമയത്ത് പുറത്ത് നിന്നും ഒരു ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നുണ്ട്? അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? അകത്ത് കോൺസെൻട്രേഷൻ കൂടാനും പുറത്ത് കോൺസെൻട്രേഷൻ കുറയാനും കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ക്ലാസ്സുകൾ ഓരോന്നും കിടപ്പുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എക്സാമിന് മുമ്പ് ഒരു തവണ കൂടി ഇരുന്ന് കാണുക, കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ആ പോയിൻറ്റ്സ് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വീഴുകയാണ് അവിടെ. 1-2 മാർക്ക് വെറുതെ കളയാനുള്ളതാണോ? അല്ല. 1 മാർക്കായാലും 2 മാർക്കായാലും നമുക്ക് മാർക്ക് വളരെ പ്രഷ്യസ് ആണ്. നമുക്ക് A+ അല്ല വേണ്ടത്, ഫുൾ മാർക്കാണ് വേണ്ടത് അല്ലേ. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. 1 മാർക്ക് പോലും 1/2 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ നല്ല രീതിയിൽ എല്ലാ പോർഷൻസും കറക്റ്റായിട്ട് ഫോക്കസ് ഏരിയ ബേസിലുള്ള എല്ലാ പോർഷൻസും കറക്റ്റായിട്ട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാനുള്ള അവസരവും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെയൊക്കെ മനസ്സിലാക്കി എടുക്കുക. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി എടുക്കുക. ഓരോ പോയിൻറ്റ്സും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് carbon dioxide fixation in certain plants produce 3-PGA as first stable product. Okay, ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എന്താണ്? 3-PGA ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസിന്തസിസിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോസസ്സിൽ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നെയിം സച്ച് പ്ലാന്റ്സ്. ഏത് ടൈപ്പ് പ്ലാന്റ്സിലാണ് ഈ പ്രോസസ്സ് കാണപ്പെടുന്നത്? ഏതാ പ്ലാന്റ്സിൻ്റെ പേരെന്താണ്? C3 പ്ലാന്റ്സിലാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഹു റിപ്പോർട്ടഡ് ദ പാത്വേ. ആരാണ് ഈ പാത്വേ കൊണ്ടുവന്നത്? ഓക്കെ, ആരാ കൊണ്ടുവന്നത്? മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്,
വാട്ട് ഈസ് ദ എൻസൈം ഫോർ കാർബോക്സിലേഷൻ? ഇവിടെ കാർബോക്സിലേഷന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പേര്? എൻസൈം റുബിസ്കോയാണ്. ഓക്കെ, റുബിസ്കോ, ദ മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദ വേൾഡ്. നെക്സ്റ്റ്, നെയിം ദ മോളിക്യൂൾ വിച്ച് അക്സെപ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സച്ച് പ്ലാന്റ്സ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈമറി അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമുക്കറിയാം RUBP ആണ് അല്ലേ? അപ്പോൾ അത് അത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഒരു കാരണവശാലും മറന്നു പോകരുത് കേട്ടോ. കൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഉണ്ടല്ലോ, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഓക്കെ, ആ പ്രോസസ്സുകളൊക്കെ പഠിച്ചു വെക്കുക. ആ ഡയഗ്രാം മസ്റ്റായിട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഡയഗ്രാം തന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഡയഗ്രാം ഒക്കെ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു പാഠമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിൻ്റെ ക്ലാസ്സുകൾ ഒന്നുകൂടി കാണുക. കണ്ടിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 1 മാർക്ക് പോലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ഓക്കെ, അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വളരെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആരും വിഷമിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഉറപ്പായിട്ടും ബോട്ടണിക്ക് കിട്ടും, പഠിച്ചെങ്കിൽ മാത്രം കേട്ടോ. പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല, പഠിച്ചെങ്കിൽ മാത്രം. അതുകൊണ്ട് കറക്റ്റായിട്ട് റിവിഷൻ ക്ലാസ്സുകൾ കാണുക. അതിന് മുൻപ് ഉള്ള ക്ലാസ്സുകൾ, ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്, ടഫായിട്ട് തോന്നുന്ന ഏത് പോർഷൻ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാനുള്ള ആ ഒരു അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം കാണുക. മറ്റുള്ള ക്ലാസ്സുകളുടെ, അതായത് മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ ഒന്നുകൂടി കാണുക. ഓക്കെ, റിവിഷൻ ക്ലാസ്സുകളൊക്കെ കണ്ട് ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കിയിട്ട് എക്സാമിന് വേണ്ടി പോവുക. ഓക്കെ, ഉറപ്പായിട്ടും ഫുൾ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നന്നായിട്ട് പഠിക്കാം. കൂടാതെ ക്ലാസ്സുകളൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.